നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്ത് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കില്ലെന്ന്. ഇനി മേലാൽ കുരുത്തക്കാട് കാണിച്ചോ. കോമള ദൃഢഗാത്രം മാനസമതിലോലം മഞ്ജുളം മധുപാത്രം ഷവർച്ചൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണ്? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് കണ്ടിട്ടേ വിമൻസ് കോളേജിലെ കുട്ടികൾക്ക് ഒരേ നിർബന്ധം അവരുടെ ഫാഷൻ ഷോയുടെ ഫോട്ടോസ് ഞാൻ തന്നെ എടുത്ത് കൊടുക്കണമെന്ന്. എന്താ ചെയ്യുക കുട്ടികളുടെ കാര്യം. പൗഡർ എവിടെ? എടാ നിനക്ക് മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ അറിയാല്ലേ? ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞിട്ട് എത്ര ദിവസമായി? എടി അതിനൊരു ഫോട്ടോ നന്നാവണമെങ്കിലേ ഫോട്ടോഗ്രാഫർ മാത്രം നന്നായിട്ട് കാര്യമില്ല, മോഡലിന് മിനിമം ഒരു ക്വാളിറ്റി എങ്കിലും. ഇതൊന്ന് ചിരിച്ച് കാണിക്കാൻ പറയാം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, പിന്നെ അങ്ങനെ ഫോട്ടോ നന്നാവും. പിന്നെ ഒരു 500 bucks കൈ തന്നാൽ സമയം കിട്ടുമ്പോൾ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തരാം. ഏടാ പൈസ കൊടുത്തെടുക്കാനാണെങ്കിലേ എനിക്ക് നല്ല ഫോട്ടോഗ്രാഫറിനോട് എടുത്തൂടെ? എന്റെ ഷവറിൽ എടുക്കാൻ പറഞ്ഞത് വാട്സാപ്പിൽ കുളിക്കൊണ്ട് നിനക്കൊക്കെ എന്റെ വേല അറിയോ? കുത്തുപൂര എടുക്കേണ്ട സാധനമാണ്. ഓ അപ്പൊ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എൻ്റേത് നിൻ്റെതെന്നൊക്കെ ആയില്ലേ? പണ്ട് ഞാൻ ഓരോ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് നിനക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനി ഒരിക്കലും നിന്റെ സാധനങ്ങൾ ഞാൻ അമ്മ ഞാൻ പ്രസന്റേഷൻ എടുക്കാൻ പോവാണേ, ചുമ്മാ വിളിക്കല്ലേ. So secondly, economic disparities remain a pressing concern. Women on average earn less. Wait. Who is behind you? Yes, sir. ആരുടെ പിന്നിൽ ആരാണെന്ന്? എടാ സെമിനാറാണോ നിലമ്പൊക്കെ പോടാ, പ്ലീസ് എടാ പോ. Sir, actually he's my brother. He has some issues. Sorry sir. Whatever. Seminar continue. Okay sir, thank you. Sir, we do not frequently encounter gender, stereotypes, inequalities. These norms dictate expected roles and behaviors for women. Promote gender equality and women often limit their aspirations as women. So one chance for free service. No more chance. Amma! എന്താ? നീ നോക്കിയാ? ഇല്ല, നീ ജയിച്ചാ? ഇല്ല, തോറ്റ്. നീ നോക്കിട്ട് പറ എത്ര എണ്ണത്തിന് പൊട്ടീന്ന്. ഓടായാലേ, ഞാൻ പൊട്ടാനൊന്നുമില്ല. അയ്യോ ജയിക്കണ ഭഗവാനെ. ഈശ്വര പച്ചതുണ്ടെന്ന് വെറുതെ ആവല്ലേ.
ആടി വീണാടി. എക്സാമിന് പൊട്ടിയല്ലേ? ഞാനേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ. ചതിക്കല്. അച്ഛറിയാൻ ഞാൻ ആകെ സീനാവും. ഞാൻ നിനക്ക് എന്തുടങ്ങി ചെയ്തു തരാം. ഓഹോ. ബാഗ് ഇടാൻ നോട്ടു. 2 കൊല്ലമായിട്ടിരുന്ന് സപ്ലൈ എഴുതല്ലേ, ഈ കൊല്ലെങ്കിലും വല്ലതും നടക്കോടെ? അപമാനം. അല്ല, എന്താണ് എന്താ ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എടി അടുത്ത തവണയെങ്കിലും സപ്ലൈ എഴുതി എടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നുള്ള ഉറപ്പാണ്. എടി പഠിക്കണതല്ല പ്രശ്നം, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ മറന്നു പോകും. എടാ, ഇത് പഠിക്കുന്നതിലൊന്നും അല്ല, ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നതല്ല കാര്യം. നീ ക്വിസ്ലെറ്റിന്റെ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ച് പഠിച്ചാലേ നിനക്ക് എല്ലാം ഓർമ്മയിരിക്കും. ഫ്ലാഷ് കാർഡ്സാ? അതെന്തോന്നു? എടാ, നമ്മൾ ഈ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാറില്ലേ? ഏത് തുണ്ടാ? ഓ പോടാ, ആന്നല്ല, കാണിച്ചു. ഇത് ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി ഉണ്ടാക്കിയ ഫ്ലാഷ് കാർഡ്സ്. ഇതിൽ നമുക്ക് എത്ര ഫ്ലാഷ് കാർഡ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇതിൽ റിവൈസ് ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ആൻസർ റൈറ്റ് സ്വൈപ്പും അറിയാത്ത ആൻസർ ലെഫ്റ്റ് സ്വൈപ്പും ചെയ്താൽ മതി. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ എത്ര ശതമാനം നമുക്ക് ഓർമ്മയുണ്ടെന്നും ഈ ആപ്പ് തന്നെ കാണിച്ചു തരും. സിമ്പിൾ. എടി സംഗതിയെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ പൈസ ചോദിച്ചോണ്ട് അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ? നീ ഒരിടത്തും പോകണ്ട, ഈ ഫ്ലാഷ് കാർഡ്സേ കംപ്ലീറ്റ്ലി ഫ്രീയാണ്. അല്ല, നിങ്ങളെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ലിങ്കേ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേഗം പോയി ഡൗൺലോഡ് ചെയ്തോ. തുണ്ടാണെങ്കിൽ എക്സാം മോഡിൽ കൊണ്ടുപോകാം, മൊബൈലാണെങ്കിൽ ഉറപ്പായിട്ടും തൂക്കും. എന്തായാലും നീ പറഞ്ഞോണ്ടേ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആ ക്യൂടെക്സിൻ്റെ കാര്യം പറഞ്ഞു തോന്നുന്നു. അമ്മ അമ്മ എന്താ ഈ ഫോട്ടോ വേണ്ട. എടാ, ഈ ഫോട്ടോ എടുക്കുന്നതിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റ് നീ പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിലേ നീ എപ്പോഴോ രക്ഷപ്പെട്ടാൻ. ഈ 5-6 കൊല്ലമായിട്ട് മനസ്സിലായില്ലേ എന്നെ കൊണ്ട് ബിടെക്കും PSC ഒന്നും പറ്റൂല. നിനക്ക് ഇതൊന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ വീട്ടൊക്കെ എടുക്കണ മുമ്പ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന? പറഞ്ഞില്ലേ 1000 വട്ടം ഞാൻ ഈ വീട്ടിൽ പറഞ്ഞാണ് എന്നെ കൊണ്ട് ഈ വീട്ടൊക്കെ ഒന്നും പറ്റൂല. അന്നീ കണ്ണിക്കണ്ട മാമന്മാരും ബന്ധുക്കളൊക്കെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചാൽ എൻ്റെ ആഗ്രഹം എന്തോ നടന്നു. എന്നിട്ടിപ്പം ഞാൻ ഞാനില്ല പോലും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കണമല്ലേ ഈ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പരിപാടിയൊന്നുമില്ല. ഇവിടെ തുണ്ട് വെച്ച് എഴുതിയിട്ട് തന്നെ മനുഷ്യൻ പാസ്സാവില്ല. അപ്പോഴാണ് ഈ സമയത്ത് വല്ല ഫോട്ടോഗ്രാഫി കോഴ്സിന് പോയിട്ട് ഞാനിപ്പോൾ അടിച്ച് കയറി വന്നെ. ഇതൊക്കെ ആരടുത്ത് പറയാൻ എടാ തലവിധി. നിനക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല, ഇത് തന്നെ അവന് വേണം. അമ്മ ഇത്തിരി ആ വണ്ടിക്ക് വെക്കുള്ള പൈസ വാങ്ങിച്ച അമ്മ പ്ലീസ് അമ്മ. എന്നെ കൊണ്ടൊന്നും വയ്യ. നിങ്ങൾക്കല്ലായിരുന്നു അത്യാവശ്യം ഞാൻ PSC എഴുതി ഗവൺമെൻറ് ജോലി വാങ്ങി പോകും, എന്നിട്ടാണ് ഇങ്ങനെ കാണിക്കണേ. നിന്റെ അടുത്ത് ആരുടെ വയനാട് കൊണ്ട് സെൻറ്റർ വയ്ക്കാൻ പറഞ്ഞത്? ട്രിവാൻഡ്രത്ത് വല്ലതും വെച്ചാൽ പോരായിരുന്നാ? ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ 10 പൈസ തരില്ല. ഇതാകുമ്പോൾ PSCയുടെ ചിലവ് ഞാൻ കൂടി സ്ഥലമെങ്കിലും കാണുന്നുണ്ട്. നേരിട്ട് എന്നെ ചോദിച്ചാൽ മതി, എനിക്ക് വയ്യ അങ്ങേരെ വായിലൊന്നും കേട്ട് പിടിക്കാൻ. ഇതിനൊക്കെ ഉണ്ടല്ലോ. നിന്റെ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് നടക്കൂല കേട്ടാ. നീ എന്നെ പറ്റിക്കാൻ നോക്കിയാലേ നല്ല 8ന്റെ പണി ഞാൻ കൊണ്ട് വെച്ചുതരും, മനസ്സിലാടാ? ചോദിക്കാൻ പറ്റിയ സമയം. സാരമില്ല, മരണടുത്ത് വെച്ച് കാണാം. അച്ഛാ, ശനിയാഴ്ച ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടി വണ്ടിക്കൂലി. നിന്റെ എക്സാം സെൻറ്റർ എവിടെ? വയനാട്. തലേ ദിവസം പോയാലേ ബസ് മിസ്സായാലും എക്സാം മിസ്സാവില്ല. എല്ലാത്തിനും കൂടെ ചേർത്തൊരു 2000 രൂപ വന്നാൽ മതി. 2000 രൂപ. നീ ഏത് പോസ്റ്റിൻ്റെ എക്സാം എഴുതാൻ പോണേ? അത് PSC. ഹലോ, ഒന്ന് മാറണേ. അച്ഛ,
ഞാൻ പ്രോജക്റ്റിന് 2000 രൂപ ചോദിച്ചിരുന്നില്ലേ, അതൊന്ന് കൊടുക്കണമായിരുന്നു. താങ്ക് യു അച്ഛാ. നമ്മളെ ഒരു കാര്യം ചെയ്യാം, 500 രൂപ വെച്ചോ. വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലേ. ശോ, ഈ അച്ഛൻ്റെ ഒരു സ്നേഹം. അച്ഛൻ എൻ്റെ ട്രിപ്പ് ടെസ്റ്റിൻ്റെ പൈസ ഏത് പോസ്റ്റിൻ്റെ എക്സാമാണ് എഴുതാൻ പോകണമെന്ന് പോലും അറിഞ്ഞൂടാത്ത നിനക്ക് വണ്ടിക്കുള്ളിൽ നിന്ന് പറഞ്ഞയക്കണത് എനിക്ക് നഷ്ടമാണ്. അമ്മ ഞാൻ പടത്തിന് പോയിട്ട് വരാൻ ലേറ്റ് ആവുമേ. അച്ഛൻ ചോദിച്ചാണെങ്കിൽ ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് പോയെന്ന് പറഞ്ഞാൽ കേട്ടോ, പടത്തിന് പോയെന്ന് പറയല്ലേ പ്ലീസ്. ഹലോ, നീ ഇന്ന് രാവിലെ അച്ഛനെ ഒന്ന് പൈസ വാങ്ങിച്ചോട്ടെ. എങ്ങോട്ടാണ് പോയത്? പ്രോജക്റ്റിന്. തിയേറ്ററിൻ്റെ ആ തനടി ഇതിൻ്റെ പ്രോജക്റ്റ്. നീ എങ്ങനെ അറിഞ്ഞു? മോള് പോയി SK ടോക്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കാണും, അപ്പം മനസ്സിലാവും ഞാൻ അങ്ങനെ പൊക്കിയെന്ന്. ഇത് ഞാൻ അച്ഛൻ്റെ പറഞ്ഞു കൊടുക്കും. രാവിലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല. ഇതിനൊക്കെ 500 രൂപ കൂടുതൽ കിട്ടിയ അച്ഛൻ്റെ സ്നേഹമില്ലേ. ഞാൻ പോയി ചേർട്ടി ശരിയാക്കി തരാം, സമയം പോയിട്ടോ. സാർ എങ്ങോട്ട് പോകണം? കമ്പൈൻ സ്റ്റഡിക്ക് പോകണമല്ലോ. പുസ്തകം എവിടെ? ബുക്ക് കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട്. നാണം ഉണ്ടാടാ നിനക്ക്. 10-25 വയസ്സായി, കൂടെ ഉള്ളവരെല്ലാം പഠിച്ച് നല്ല നിലയിലായി. നിന്റെ പ്രായത്തിലേ ഞാൻ ഒറ്റയ്ക്ക് കുടുംബം നോക്കി നടത്തിയതാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ആർക്കും ഒരു ഗുണവും ഇല്ലാതെ. അച്ഛാ, PSC ബിടെക്കൊന്നും എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ഈ വീട്ടിൽ ആരെങ്കിലും എൻ്റെ ഇഷ്ടത്തിനോ പാഷനോ എപ്പോഴെങ്കിലും വില വന്നിട്ടുണ്ടോ? നിന്റെ പാഷനെ കുറിച്ചൊന്നും കൂടുതൽ മിണ്ടണ്ട. കഴുത്തിലൊരു ക്യാമറയും തൂക്കിയിട്ട് കുറെ ഫോട്ടോയും എടുത്ത് നടക്കുന്ന ആണാടാ നിന്റെ പാഷൻ. ഇതുകൊണ്ട് നീ എങ്ങനെയാടാ ജീവിക്കാൻ പോണേ? അച്ഛാ, ഈ ഫോട്ടോഗ്രാഫർമാർക്ക് ആദ്യം ശമ്പളം കുറവായിരിക്കും, ചെറിയ കാറ്, ചെറിയ വീട്, പക്ഷെ കിട്ടുന്ന സന്തോഷം വലുതായിരിക്കും. മോനെ, വെറുതെ സിനിമ ഡയലോഗൊന്നും എൻ്റെ അടുത്ത് അടിക്കല്ലേ. നീ ഇതൊക്കെ ഇപ്പൊ പറയും. അച്ഛൻ എന്ത് ഭാവിച്ചാണ്? ഈ 6 കൊല്ലമായിട്ട് അച്ഛന് മനസ്സിലായില്ലേ ചേട്ടനൊന്നും എഴുതിയെടുക്കാൻ പറ്റൂലെന്ന്? അച്ഛൻ ഈ ഫീൽഡിലെ അച്ഛന് ചേട്ടൻ്റെ ഡിമാൻഡ് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ചേട്ടൻ അടുത്ത് ഒരു ഫോട്ടോയെങ്കിലും അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. നീ കണ്ടിട്ടുണ്ടോ? നോക്ക, അച്ഛൻ ചേട്ടൻ ഫോട്ടോഗ്രാഫറായ അച്ഛനെന്താ കുഴപ്പം? അല്ല, ഇത് നാട്ടുകാരെടുത്ത് പറയാനുള്ള മടിയാണോ? ഈ ഫീൽഡിലെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 4-5 വർഷം ചേട്ടനെ പിടിച്ചു വെച്ച സമയത്ത് ചേട്ടൻ്റെ ഇഷ്ടത്തിന് വിട്ടിരുന്നെങ്കിലേ ഈ കുടുംബം നോക്കേണ്ട ലെവലിൽ ചേട്ടൻ വളർന്നതാണ്. അച്ഛൻ തന്നെ പറ, ഇനിയും ചേട്ടൻ ഇതിന്റെ പിറകെ നടന്ന് വെറുതെ ചേട്ടൻ്റെ ലൈഫ് കളയണോ? ഇനി ഞാനായിട്ട് ഒന്നിനും തടസ്സം നിൽക്കില്ല. നീ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ. പക്ഷെ അതിൻ്റെ കൂടെ ആ പേപ്പറും കൂടെ എഴുതിയെടുക്കണം. നിനക്കെടുത്ത് ഇത്ര സ്നേഹം ഉണ്ടായിരുന്ന? ഇത്രയും കാലം ഞാൻ അത് മനസ്സിലാക്കിയില്ല. അല്ല, ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ നിന്റെ ഫോണിൽ ഉണ്ടായിരുന്നില്ലേ? ഒന്ന് പോടാ. ഞാൻ അച്ഛനെ കാണിച്ചതേ നല്ല പണി അറിയാവുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോ. നീ എടുത്ത ഫോട്ടോ എല്ലാം കാണിച്ചിരുന്നെങ്കിൽ അച്ഛൻ അപ്പോഴേ ക്യാമറ അടിച്ചു പിടിച്ചാണ്. ഒരു ഫോട്ടോഗ്രാഫർ ഒന്നിരിക്കും. ഞാനും എൻ്റെ അനിയത്തി ഡെയിലി ഉടക്കാണെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. നിങ്ങളുടെ കൂടെ പുറപ്പെട്ടില്ല ഇതുപോലത്തെ മൊമെന്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.
പിന്നെ ഞങ്ങളുടെ SKG ടോക്സിന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എടാ ഫോട്ടോ എവിടെ? അയ്യേ ഇതെന്തോന്ന് ഫോട്ടോ? എടി നിന്റെ ഫേസിന് ഇത് തന്നെ ഓവറാണ്. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.